നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനലാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് DCC അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. ഗാലക്സി ചാനൽ ചീഫ് എഡിറ്റർ ജിജു വൈക്കുത്തിശ്ശേരിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയിൽ UDF ചരിത്ര നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലാണ്. നഷ്ടപ്പെട്ടുപോയ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒപ്പം ഗ്രാമപഞ്ചായത്തുകളും നേടിയാണ് UDF പത്തനംതിട്ട ജില്ലയിൽ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ UDF തിളക്കമാർന്ന വിജയമാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നതെന്നും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 സീറ്റുകളും തിരിച്ചു പിടിക്കുമെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. ഗാലക്സി ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഡിസംബർ 9-ാം തീയതി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി തിളക്കമാർന്ന വിജയമാണ് കരസ്ഥമാക്കിയത്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഭൂരിപക്ഷം വാർഡുകളിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടു പോയ സീറ്റുകളെല്ലാം തന്നെ തിരിച്ചു പിടിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം പല സീറ്റുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിച്ചത്. ജില്ലയിലെ ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും UDF നേടി. UDF ഒറ്റക്കെട്ടായി മത്സരിച്ചതുകൊണ്ടാണ് ഈ വിജയം നേടാൻ കഴിഞ്ഞതെന്നും UDFിലെ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ട സീറ്റുകൾ അവർക്ക് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ മുസ്ലിം ലീഗിന് ബ്ലോക്ക് പഞ്ചായത്തിൽ സീറ്റില്ലായിരുന്നു. ഇത്തവണ അവരാവശ്യപ്പെട്ടു കോട്ടാങ്ങിൽ സീറ്റ് കൊടുത്തു. ആ സീറ്റ് അവർ ജയിച്ചു. അതോടൊപ്പം തന്നെ RSPക്ക് കോന്നിയിൽ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് അത് അവർക്ക് കൊടുത്തു. ജേക്കബ് ഗ്രൂപ്പിന് റാന്നിയിൽ സനോജ് മേമൻ അവരുടെ ജില്ലാ പ്രസിഡന്റ് ഒരു സീറ്റ് ആവശ്യപ്പെട്ടു. അത് മക്കപ്പുഴ ഡിവിഷൻ കൊടുത്തു. അതും ജയിച്ചു. ഞാനിതൊക്കെ സൂചിപ്പിച്ച് CMPയുടെ സംസ്ഥാന സെക്രട്ടറി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ CP ജോൺ തിരുവല്ല നഗരസഭയിൽ ഒരു സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. നക്ഷത്ര അടയാളത്തിൽ അവിടെയും സീറ്റ് കൊടുത്തു. അങ്ങനെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പത്തനംതിട്ട ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ജില്ലയിലെ കോൺഗ്രസിൻ്റെ 980 വാർഡ് കമ്മിറ്റികളും ശക്തമായി പ്രവർത്തിക്കുന്ന കാരണത്താൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വിജയിക്കുവാൻ സാധിക്കുകയും CPMൻ്റെ കൈവശം വരുന്ന സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ സാധിക്കുകയും ചെയ്തു എന്നും പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ CPMൻ്റെ കയ്യിലിരുന്ന പല സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് തിരിച്ചുപിടിക്കുവാൻ കഴിഞ്ഞു. നാരങ്ങാനത്തും അതോടൊപ്പം തന്നെ ഏഴംകുളത്തും ചിറ്റാറിലും അതോടൊപ്പം തന്നെ കോന്നിയിൽ ഉൾപ്പെടെ പല മേഖലകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. വല്ലന ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഏറ്റവും അവസാനം 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോന്നി എളകൊല്ലൂർ ഡിവിഷനെ, ആറന്മുള വല്ലന ഡിവിഷൻ. ഈ 2 ഡിവിഷനിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയം അന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണുവാൻ കഴിഞ്ഞു. അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനലാണ് ഇപ്പോൾ നടന്നത്. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDFിനാണ് ഭൂരിപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു സൂചനയാണ്. അടുത്ത് നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായുള്ള ഒരു സെമി ഫൈനലാണ് ഇപ്പോൾ നടന്നത്. തീർച്ചയായും ഈ 5 നിയോജക മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. നിരവധി വാർഡുകളിൽ ഇവിടെ ജില്ലയിൽ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ തവണ 12 വാർഡുകളിൽ മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF ജയിച്ചത്. ഈ തവണ 53 വാർഡുകളിൽ 34ഓളം വാർഡുകൾ ഒറ്റയ്ക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചു പിടിക്കുവാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 7 ജയിച്ചു. 8ാമത്തേത് കോന്നിയാണ്. അവിടെ തുല്യമായി വന്നു. അത് ടോസ് ചെയ്യാൻ പോവുകയാണ്. ജില്ലാ പഞ്ചായത്തിലെ 13ഓളം വാർഡുകളിൽ ജില്ലാ പഞ്ചായത്തിൽ 17 വാർഡിൽ 13ഓളം വാർഡുകൾ ജയിച്ചു വരുവാൻ കഴിയും. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 12 പഞ്ചായത്തുകളാണ് UDF നേടിയതെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ 34 പഞ്ചായത്തും 8-ൽ 7 ബ്ലോക്ക് പഞ്ചായത്തും പിടിച്ചു. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് തുല്യമായി നിൽക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ 13 ഡിവിഷനുകളും UDF പിടിച്ചെന്നും പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. ഇടതുപക്ഷ സർക്കാരിനെ ജനം വെറുത്തു. ശബരിമല ഇല്ലാതാക്കാൻ നിരീശ്വരവാദികളായ CPM ശ്രമിച്ചു എന്നതിന് തെളിവാണ് സ്വർണ്ണക്കൊള്ള. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു.
ഇതൊക്കെ സൂചന നൽകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ്റിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ശബരിമല ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിരീശ്വരവാദികളായ CPM-ന്റെ മുൻ നേതാക്കന്മാർ, അദ്ദേഹം ഒരാൾ കോന്നി MLA ആയി പ്രവർത്തിച്ച ആളാണ്, CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പൽപ്പവർ, അദ്ദേഹം ഭാഗത്ത് കിടക്കുക, ജയിലിൽ കിടക്കുക. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. അതോടൊപ്പം തന്നെ 2 തവണ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ച CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായ സഖാവ് വാസു, അദ്ദേഹം ഗുരുദാസൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തൻ. അദ്ദേഹം ഉൾപ്പെടെയുള്ള നിരീശ്വരവാദികൾ ശബരിമലയുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത അന്ന് മുതൽ സ്വർണം കവർന്നുകൊണ്ട് ഭക്തജനങ്ങളെ ഇടുന്ന കാണിക്ക പോലും അടിച്ചു മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇതും ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്.